അല്ല ഈ കഴിഞ്ഞ ദിവസം ഈ രേണു ചേച്ചിയുടെ ലിപ് ലോഗ് ഭയങ്കര വൈറലായിരുന്നു. അത് ശരിക്കും ഉള്ളതായിരുന്നു പേരായിട്ടുള്ള ലിപ് ലോഗ്. എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയുടെ ഡയറക്ടറും ദാസപ്പനും പ്രതീഷും എല്ലാം മൂഞ്ചി സന്തോഷ വാർത്തയാണ് സുഹൃത്തുക്കളെ. എക്സൈസ് വിളിച്ചെന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും മൂഞ്ചി എന്നാണ് പ്രത്യേകിച്ച് അറിയാൻ സാധിക്കുന്നത്. നല്ല പോലെ 8ന്റെ 16ന്റെ 608ന്റെ പണികളൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. ഇത് ചെറിയ കാര്യമായിട്ട് നീങ്ങത്തില്ല. രണാസുനയുടെ കുന്തളിപ്പിന് ഒരു അറുതി, ഒരു ലോക്ക്, ഒരു അടി, ഒരു തിരിച്ചടി ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ കുന്തളിപ്പുകൾ മിക്കവാറും ഇവക്കിനി ഒരു 3 വർഷം കുറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ പറ്റാത്ത രീതിയിൽ ബാൻ ചെയ്യാനുള്ള ഒരു വിഷയമുണ്ട്. നല്ല ഒന്നാം തരം പണിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള് തന്നെയാണ്. കള്ള് ഇവള് പ്രൊമോട്ട് ചെയ്തത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതുപോലെ തന്നെ പുകവലി. ഇത് ഒരു ഡിസ്ക്ലൈമറായിട്ട് തന്നെ നമ്മൾ പറയുന്നതാണ്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് റീസെന്റ് ആയിട്ട് കുറെ കള്ള് ഷാപ്പും അതും ഇതും അവിടെ ഇവിടെയൊക്കെ അപരാധങ്ങൾ പ്രൊമോട്ട് ചെയ്ത്, കള്ളും പ്രൊമോട്ട് ചെയ്ത് നല്ല 8ന്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്. ദൈവ കേസ് കൊടുത്ത് അതിനുശേഷം ഇപ്പൊ പെട്ട്, അങ്ങനെ തന്നെ പറയാൻ പറ്റും, പെട്ട്. ഇനി എന്തുകൊണ്ട് ഇവക്ക് പണി കിട്ടാതെ നടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു അവളുടെ അറുതിക്കുള്ള അറതപ്പലവിളി എന്ന് പറയുന്ന സാധനം. അതായത് നല്ല 8ന്റെ പണി തിരിച്ചങ്ങോട്ട് അടിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു അറിവേൻ തുടങ്ങാം. ഇത് ഏതൊക്കെ വകുപ്പുകളിൽ പെടും, ഏതൊക്കെ വകുപ്പുകൾ കിട്ടാൻ ഇവക്ക് പണി, എന്തുകൊണ്ട് ഇവക്ക് 3 വർഷത്തോളം വീഡിയോ ഇടാൻ പറ്റത്തില്ല, എത്ര രൂപ പിഴ അടയ്ക്കേണ്ടി വരും, അങ്ങനെ തുടങ്ങിയ കുറെ അധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാനുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ രണാസുനെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് കൂടുതൽ അടിച്ച് കയറ്റിക്കോ. എന്തായാലും ഇവളുടെ ആ ഒരു ഇത് തകർന്ന് തരിപ്പണമാവാൻ പോവുകയാണ്. ഇവക്ക് പണി കിട്ടണം, ഇവക്ക് ഈ ഒരു കേസിൽ പണി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ആദ്യം കള്ള് ഷാപ്പില്ല കൊണയടി വീഡിയോ കാണാം. ഇമാതിരി അപരാധങ്ങളെ ഇനി വെറുതെ വിടരുത്. പുള്ളി തന്നെ ദാസപ്പൻ ഇങ്ങനെ ഹരം കൊള്ളി നിൽക്കുകയാണ്. എന്താ അവൻ കുടിക്കുന്നത് കണ്ടല്ലോ, കള്ളാണ്. എപ്പോൾ ചോദിക്കും അത് അവൻ കഞ്ഞിയുള്ളതായിരിക്കുമല്ലോ ചിലപ്പം, വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തായിരുന്നു. ഡയറക്റ്റ്ലി ഒരു ഡിസ്ക്ലൈമറും കൊടുക്കാണ്ട് ഈ പറയുന്ന കള്ള് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് തെറ്റ് തന്നെയാണ്. അതിനെതിരെ ഉറപ്പായിട്ടും നിയമ നടപടി എടുക്കാനുള്ള വകുപ്പുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചോദിക്കും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുന്നില്ലേ? ഇതിനെതിരെയാണ് സംസാരിക്കുന്നത്, മനസ്സിലായി? ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ വിഷയമില്ല. മൂഞ്ചുന്നത് ഇവരാണ്. കറക്കടാ കറക്ക്, ഇനി നല്ലോണം നീ നിന്ന് കറക്കും. നീ നല്ലോണം കറക്കണം കേട്ടാ, നിന്റെ കറക്ക് കാണണം. ഇനി എന്തൊക്കെ രീതിയിൽ കറങ്ങാൻ കിടക്കുക. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ കറക്കിക്കോ, കിട്ടിയ അവസരം പാഴാക്കണം, നല്ലോണം കറക്കിക്കോ കേട്ടാ. കൈമാറി കറക്കടാ, എല്ലാവരും കൂടി കറക്കടാ. അവള് കറങ്ങണോട്ടാ, കറങ്ങട്ടെ. നീയൊക്കെ എല്ലാം കൂടി കിടന്ന് കറങ്ങും, എല്ലാവരും കൂടി ഷെയർ ഇട്ട് കൊണ്ട് കേട്ടാ. ഇനി രണാസുനയുടെ ഡയറക്ടർ മിക്കവാറും കൂത്തുവാളം എടുക്കും. വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. പശുവും കാളയൊന്നും പിടിച്ചോണ്ടിരുന്നിട്ട് ഇനി കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി എന്തായാലും മൂഞ്ചാനുള്ള എല്ലാ വകുപ്പുകളും കാണുന്നുണ്ട്. മിക്കവാറും ഡയറക്ടർ കൂത്തുവാളെടുത്ത് വീട് വെക്കേണ്ടി വരും അവസ്ഥ. കാക്കക്കറമ്പിയൊക്കെ പാടിത്തരും, ഇനി നല്ലോണം പാടിത്തരും. നമുക്ക് മിക്കവാറും സെൻട്രൽ ജയിലിൽ ഇരുന്ന് ഉണ്ടയില്ലല്ലോ അവിടെ. ഇപ്പൊ ശമ്പളമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. രേണുവിന്റെ ഒക്കെ ബാക്കി. ദാസപ്പന്റെ ആ കുത്തിക്കഴപ്പങ്ങട്ട് തീരെ അവനും കൊടുക്കണം ഒരു 10 ടാസ്. എല്ലാത്തിനും ഒന്നിനെ വെറുതെ വിടല്ലേ. എക്സൈസ് എന്തായാലും ഇത് വിളിച്ചെന്നൊക്കെയാണ് അറിയുന്നത്. വിളിച്ച സ്ഥിതിക്ക് പണി പാലും വെള്ളത്തിൽ അണ്ണാക്കി തന്നെ കിട്ടും. ചൂപ്പിക്കൊണ്ടിരിക്കുക. ഇനി ആഘോഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം പറ്റുന്നിടത്തോളം മാക്സിമം അങ്ങോട്ട് ആഘോഷിച്ച് തിമിർത്തേക്ക് കേട്ടാ. മതി, ഈ ഒരു ഒറ്റ വീഡിയോ മതി. കള്ളിന്റെ മണം, ഈ ഒരു സാധനം കള്ളുകുപ്പി എടുത്ത് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു സാധനം മതി അവർക്ക് 100ന്റെ പണി കിട്ടാൻ. വോഡ്ക അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്. എന്തായാലും മൂഞ്ചി രണാസുന. നിയമപരമായിട്ട്
ഇവിടെ ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല തന്നെയാണ്. രണാസന ടാറ്റ ബൈ ബൈ കഥം. എന്നെ നീ തെണ്ടി എന്ന് വിളിച്ചല്ലേടി നാറി നീ പെട്ട് മൂഞ്ചി. മെയിൻ ആൽബമാണ് അതുപോലെ അനൂറിക്കാന്റെ ക്രിസ്മസ് വിഷനിലൂടെ തന്നെയാണ് റിലീസ് ആവുന്നത്. ഇത് വെറൈറ്റി ആണ്. ഡാൻസ് ഉണ്ട്, ഒരുപാട് ടീംസ് ഉണ്ട്. കുട്ടനാടൻകായലിലെ കള്ളുകൂടിയാണ് ഉണ്ടായത്. അതാണ് ഇപ്പൊ മൂഞ്ചിയിരിക്കുന്നത്. എന്തായാലും പണി പാലം വെള്ളത്തിൽ കിട്ടി. റണാസുന നീ ഇനി എന്തൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാ അടുത്ത വീഡിയോ കാണാം. എന്നിട്ട് നമുക്ക് നിയമത്തിന്റെ വശത്തിലോട്ട് പോകണം. സമയമില്ല, പെട്ടെന്ന്. കള്ളൊക്കെ വാറ്റിയെടുക്കുന്ന നമ്മളെ രണാസുനാണ്. അതാ ഒരു ഡിസ്ക്ലൈമർ പോലും ഇല്ലാതെ യുവമാരിരുന്ന് കുടിക്കുകയാണ്. ഇത് പ്രൊമോട്ട് ചെയ്ത് അടിച്ചണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. കള്ളും കൊണ്ട് വരെയാണ്. ടച്ചിങ്സ് കൊടു. എല്ലാവർക്കും ഇനി 10 ലക്ഷം രൂപ വെച്ച് പിഴ അടയ്ക്കുക. ഗവൺമെന്റ് ഇങ്ങനെയാണ് ഇവളെ കൊണ്ട് വളരും കേട്ടാ. എന്നാ അഭിനയം, നാട്യ നടവല്ലേ. അയ്യോ അഭിനയ ചിങ്കമേ, ചിങ്കം മൂഞ്ചി. കണ്ടല്ലോ ഓരോ സാധനം എടുത്ത് വെച്ചിട്ട് ഇപ്പൊ കട്ടം കുടിച്ചിട്ട് അവളത് മദ്യം എന്നുള്ള രീതിയിൽ, മദ്യമാണെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രൊമോട്ട് ചെയ്യില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും നീ തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ മാജിക് മൊമെന്റിന് നീ കൊടുത്ത പ്രൊമോഷൻ ആണെന്ന്. എന്തായാലും ഇപ്പൊ കിട്ടിയല്ല. കള്ള് ഷാപ്പിൽ കയറി കള്ള് പ്രൊമോട്ട് ചെയ്തതിന് മൂഞ്ചിയല്ല. ഇതാണ് മോളെ കർമ്മ. എവിടെ കൂടി ഞങ്ങൾക്ക് അണ്ണാക്കി തിരിച്ചടിച്ചു തരും. പിടിവെട്ടിയ മൂഞ്ചിയില്ലേ. അച്ചുട്ടാ പാവടാ. ഷാപ്പിലെ ചായ. ഓ എന്നാ സിംപ്ലിസിറ്റിയാടാ മെയിൻ. എന്തായാലും രണാസുന നീ മൂഞ്ചിയൊന്ന് അങ്ങ് കൂട്ടിയാ മതി. കള്ള് കണ്ടല്ല, മുന്നിലെല്ലാം കള്ള് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഞ്ഞിവെള്ളാണെന്ന് പറയില്ലേ. കണ്ടല്ല, സാധനം നിരത്തി വെച്ചിട്ട് അങ്ങോട്ട് അടിക്കുക എല്ലാം കൂടിയിരുന്നു, വളഞ്ഞു കൂടിയിരുന്നു. മൂഞ്ചിയില്ലേ, മതി ഇത് മതി. ഏതാണ്ട് 10, 12, 14 ലിങ്ക് എങ്ങാണ്ട് എക്സൈസിന് കൈമാറി. അത് മാത്രം മതി. ഞാൻ ആടിച്ച് അണ്ണാക്കി കിട്ടാം. മൂഞ്ചി അങ്ങ് കൂട്ടിയാൽ മതി. ഒരു കുറവുമില്ല. അണ്ണാക്കി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വട്ടത്തിലിരുന്ന് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി പാടിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ വട്ടം തിരിഞ്ഞ് കമ്പിത്തിരിയായിരിക്കുമ്പോൾ രണാസുനയെ പോലെ ഇങ്ങനെ ഇരുന്ന് വട്ടത്തിലിരുന്ന് പാടാൻ ആർക്ക് കഴിയും. ഹേ വട്ടത്തിലിരുന്ന് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി. കള്ള് ഷാപ്പിൽ കയറി കള്ള് പ്രൊമോട്ട് ചെയ്ത് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി. വേണോടി, നിനക്കിത് വേണം, നിനക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ നമ്മുടെ സൂരജിന്റെ ഒരു വീഡിയോ കൊടുക്കാം കേട്ടോ. സൂരജിന് അന്ന് പണി കിട്ടിയ കേസാണ്. ഈ 50,000 രൂപ പിഴ അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 25,000 രൂപ അവനെ അടക്കേണ്ടി വന്നു. മൂഞ്ചി ഒരു അവസ്ഥയായിരുന്നു അവൻ്റെ അവസ്ഥ. നിങ്ങളെല്ലാവരും കണ്ടു കാണാം ആ ഒരു വിഷയം. ഞാനത് ഒന്നുകൂടി ഒന്ന് കൊടുക്കാം കേട്ടോ. എവിടെയാ വീഡിയോ? എടുക്കുമല്ലയ്യ. ഓ നെല്ല്, ആ വീഡിയോ ഡൗൺലോഡ് ആയിട്ടില്ല. വെയിറ്റ് ചെയ്യും, വൈഫൈ കണക്ട് ചെയ്തിട്ട്. എവിടെയാണ് നീ കനി എഴുകെ? നമുക്ക് ആ വീഡിയോ കാണാം. 50,000 രൂപ ഫൈൻ എനിക്ക് നെയ്യാറ്റിങ്ങരയുള്ള എക്സൈസ് ഓഫീസിൽ നിന്ന് ഫൈൻ അടിച്ചു തന്നിട്ടുണ്ട്. 1-2 രൂപയല്ല 50,000 രൂപയാണ് അവന് ഫൈൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. റീസൺ വേറെ ഒന്നുമില്ല, മുന്നേ ഒരു കള്ള് ഷാപ്പ് പ്രൊമോട്ട് ചെയ്തതിനെ തുടർന്നിട്ടാണ് അടിച്ചു കൊടുത്തത്. നിയമത്തിന്റെ വശത്ത് തന്നെ അവരെടുത്തു. പക്ഷെ ഞാൻ എപ്പോഴും ആ ഒരു കേസിൽ എനിക്ക് വിയോജിപ്പാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കള്ള് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, പക്ഷെ കള്ള് ഷാപ്പെങ്കിൽ എന്തിന്? അതുപോലെ നമ്മുടെ മദ്യം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ ബിവറേജ് എന്തിന്? ബാർ എന്തിന്? ഇനി അതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഏതോ ഒരു സ്കോച്ച് വിസ്കിക്ക് എന്തോ ഇടയ്ക്ക് പേരിടുന്നവർക്ക് നല്ല പേരിടുന്നവർക്ക് 10,000 രൂപ എന്ന് പറഞ്ഞൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് പ്രൊമോട്ടല്ലേ ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്ക് യോജിപ്പില്ല. എന്നാലും നിയമത്തിന്റെ വശത്തുനിന്ന് സൂരജ് ചെയ്തത് തെറ്റെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു കേസിൽ മാത്രമേ എനിക്ക് യോജിപ്പില്ല. രണാസുനയുടെ കേസായാലും അങ്ങനെയൊക്കെ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പാണി കിട്ടിയാൽ പക്ഷെ പാലും വെള്ളത്തിൽ
രൂപയല്ല 50,000 രൂപയാണ് എനിക്ക് ഫൈനായിട്ട് വന്നത്. ഇപ്പൊ അദാലത്തിലായതുകൊണ്ട് 25,000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 25,000 കൊണ്ടുവന്നിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് ഒരു കള്ള് ഷാപ്പിന്റെ വീഡിയോ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ ഒരു ഫൈൻ കിട്ടിയത്. ഞാൻ മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്, ഒരുപാട് ബ്ലോഗർമാര് കള്ള് ഷാപ്പിന്റെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് കള്ള് കുടിക്കണതായിട്ടും കള്ള് ഷാപ്പാണെന്നും കള്ള് പറഞ്ഞുകൊണ്ടും മധുരക്കള്ളെന്നും മുന്തിരിക്കള്ളെന്നും ഇഞ്ചിക്കള്ളെന്നും എല്ലാ കള്ളെന്നും കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് പല ബ്ലോഗർമാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ എക്സൈസ് എന്നുള്ള ആരും കേട്ടല്ലോ. കാര്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾ കണ്ട വീഡിയോയും കൂടി തന്നെയാണ്. അവന് പണി കിട്ടി, സൂരജിന് പണി കിട്ടി. 50,000 രൂപ പിഴയും അതിൽ മറ്റേ അദാലത്തിൽ പോയിട്ട് 25,000 രൂപ അടയ്ക്കേണ്ടി വന്നു. എന്തായാലും രണാസുന നിനക്കും പണി കിട്ടും. നീ ഒരു പ്രാവശ്യമൊന്നുമല്ല പ്രൊമോട്ട് ചെയ്ത് തള്ളിയിട്ടുള്ളത്, ഒരു പ്രാവശ്യമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പിഴയിൽ നിന്ന് നീ എന്തായാലും കുറെ എല്ലാം കൂടിയൊക്കെ കാട്ടിക്കൂട്ടി എടുക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപ നിനക്ക് കണ്ണാക്കി കിട്ടാനുള്ള വകുപ്പുണ്ട്. അതുപോലെ തന്നെ ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. നമുക്ക് എന്തായാലും വകുപ്പിലോട്ട് പോവാം. അതിനു മുന്നേ ഞാൻ മുന്നത്തൊരു ന്യൂസ് ഒന്ന് വായിക്കാം. തിരുവനന്തപുരം മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പരസ്യം നൽകിയതിനെ തുടർന്ന് പ്രമുഖ ഫുഡ് ബ്ലോഗർ മുകേഷ് നായർക്കെതിരെ എക്സൈസ് കേസെടുത്തു. കൊല്ലത്തെ ബാറിലിരുന്ന് മദ്യപിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതാണ് കേസ്. കേസിൽ ബാർ ഉടമ രാജേന്ദ്രനാണ് 1-ാം പ്രതി. ബാറിന്റെ ഉദ്ഘാടനത്തിന് അനുബന്ധിച്ചിട്ട് പരസ്യം നൽകിയത് ഈ മൂഞ്ചി, അത് പണ്ട് മുകേഷ് നായർ മൂഞ്ചിയതാണ്. ഇനി നിയമവിരുദ്ധ പരസ്യങ്ങൾ, ഡയറക്റ്റ് ആൻഡ് സർക്കാരിക് അഡ്വർടൈസിംഗ് നേരിട്ട് മദ്യത്തിന്റെ പേര് പറഞ്ഞ് പരസ്യം ചെയ്യുന്നത് കുറ്റകരമാണ്. ഇതിന് പകരമായി മദ്യത്തിന്റെ അതേ ബ്രാൻഡ് പേരിൽ സോഡ, മ്യൂസിക്, CD, കുടിവെള്ള എന്നിവയുടെ പരസ്യം നൽകുന്നതിന് സറോഗേറ്റ് അഡ്വർടൈസിംഗ് എന്ന് വിളിക്കുന്നു. 2022 പുതിയ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ഇതും ഇപ്പോൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കേട്ടല്ലേ, മൂഞ്ചിയ ആര് മൂഞ്ചി? രണാസുനയും ടീമും മൂഞ്ചി. മദ്യക്കുപ്പികൾക്കോ ബാറുകൾക്കോ പുറത്ത് മദ്യത്തിന്റെ ചിത്രം വയ്ക്കുന്നതും ബോർഡുകളിൽ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ എഴുതുന്നതോ ശിക്ഷാർഹമാണ്. കള്ള് ഷാപ്പിൽ കയറിയിട്ട് ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം എടുത്തിട്ട് കള്ളാണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും തീർന്നു എന്നാണ് പറഞ്ഞു വന്നത്. മനസ്സിലായ? പിഴ തന്നെയാണ്, കിട്ടും, മണ്ണാക്കി തന്നെ കിട്ടും. അതുകൊണ്ട് ഇനി കഞ്ഞിവെള്ളമാണെന്ന് പറഞ്ഞു കിടന്ന് വാദിച്ചാലും കാര്യമില്ല. നിങ്ങൾ കള്ള് എന്നുള്ള രീതിയിലാണ് ആ സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ആ സ്ഥിതിക്ക് അത് ആ രീതി തന്നെ പണി കിട്ടും. സിനിമകളിൽ മദ്യപാന രംഗങ്ങൾ കാണിക്കുമ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന നിയമപരമായ മുന്നറിയിപ്പ് നൽകണമെന്ന് നിർബന്ധമാണ്. സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് രണാസുന സിനിമയുടെ കേസൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് സിനിമയിൽ കുഴപ്പമില്ല, ഇങ്ങനെ കാണിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് രണാസുന ഇനി എത്ര കിടന്ന് മെഴുകിയാലും മൂഞ്ചി എന്നങ്ങ് കൂട്ടിയാൽ മതി. പിഴ, ആദ്യത്തെ ലംഘനത്തിന് 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാം. കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അത് 50 ലക്ഷം രൂപ വരെ ആകാം. അതായത് ഒന്നിലധികം തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടായതുകൊണ്ട് രണാസുനയ്ക്ക് 10 ലക്ഷത്തിൽ നിൽക്കുമെന്നാണ് തോന്നുന്നത്. രണാസുന 10 ലക്ഷം, നമ്മുടെ പ്രജീഷ് 10 ലക്ഷം, ദാസപ്പൻ 10 ലക്ഷം, എല്ലാവരും കൂടി 10 വെച്ച് ഗവൺമെന്റ് ചേർക്ക് ഓടിച്ചിട്ടുണ്ടാവും. നിരോധനം, തെറ്റായ രീതിയിൽ മദ്യം പ്രൊമോട്ട് ചെയ്യുന്ന സെലിബ്രിറ്റികൾക്കോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കോ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിൽ നിന്ന് 1 വർഷം മുതൽ 3 വർഷം വരെ നിരോധനം ഏർപ്പെടുത്താം. അപ്പൊ ഇനി അഭിനയം ഗോലാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കയറുന്ന അപരാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് 3 വർഷം വരെ പരിപാടി ബാൻ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനത്തെ ഒരു വകുപ്പും കൂടി ഇതിന്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട്. തേഞ്ഞൊട്ടി എന്നങ്ങ് കൂട്ടിയാൽ മതി. തടവ് ശിക്ഷ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സംസ്ഥാന നിയമങ്ങൾ അനുസരിച്ച് പിഴയ്ക്ക് പുറമെ തടവ് ശിക്ഷയും ലഭിക്കാം. മിക്കവാറും ഇരുന്ന് തടവേണ്ട ഒരു ഗതിയും കൂടി രണാസുനയ്ക്ക് വരും. എന്തായാലും എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, ഇത് അത്യാവശ്യം മൊട്ടം പണിയാണ് രണാസുനയ്ക്ക് കിട്ടുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നല്ലപോലെ ആൾക്കാർ പണിയുന്നുണ്ട്. പിന്നെ അപ്പൊ കാണാം, ഞാൻ തെണ്ടിയല്ലേ, നിനക്ക് കിട്ടും, വണ്ണാക്കി കിട്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ പിടിവെട്ടിയിരിക്കുമ്പോൾ നമുക്കൊരാശ്വാസം. പിന്നെ എനിക്ക് കുറച്ച് ടയേർഡാണ്, കുറച്ച് സുഖമില്ല, അതുകൊണ്ടാണ് ഒരു എനർജി ഇല്ലാത്തതിൻ്റെ വീഡിയോക്ക്. നിങ്ങൾ പേടിക്കണ്ട, വരും ദിവസങ്ങളിൽ ഞാൻ നല്ല എനർജിയോടെ തിരിച്ചു വരും. അത്യാവശ്യം വയ്യാത്തത് കൊണ്ടാണ്. വേറെ കൂടുതൽ എന്നെ ഒന്നും വിചാരിക്കേണ്ട, കേട്ടല്ല. എന്തായാലും രണാസുനയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ 8-ന്റെയും 16-ന്റെയും 28-ന്റെയും 408-ന്റെയും 508-ന്റെയും പണി കിട്ടുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 10 വർഷം വരെ തടവ് കിട്ടാനുള്ള വകുപ്പുണ്ട്. അതുപോലെ 3 വർഷം വരെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും, ബാൻഡാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്നെ പരസ്യം ചെയ്യാനോ അപരാധം കാണിക്കാനോ പറ്റത്തില്ല. എക്സ്ക്ലൂസീവ് കണ്ടന്റ് കടന്ന് മെഴുകേണ്ടി വരുമോ എന്തോ, അതും നിർത്തലാക്കേണ്ടി വരും. ഇനി അതും കൂടി ആരെങ്കിലും കേസ് കൊടുക്കുമ്പോൾ സദാഷ് ആ അവസ്ഥയിലോട്ട് പോകും. രണാസുന നീ മൂഞ്ചിയിരിക്കുകയാണ്. ഇത് ഈ കുന്തളിപ്പ്, കുത്തിക്കഴപ്പ്, നമ്മളെന്തോ എന്നുള്ളൊരു ഭാവം ഈ ഒരു സാധനമൊക്കെ ഉള്ളിൽ കയറുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു തിരിച്ചടിയായിട്ട് കിട്ടും. അത് തന്നെയാണ് രണാസുനയുടെ ഈ കേസിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊള്ളാം, നല്ല തീരുമാനം. ഗവൺമെന്റ് ഇതുപോലത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കണം. ഇതുപോലത്തെ അപരാധങ്ങൾ കാണിക്കുന്ന ടീംസിനെതിരെ നടപടി എടുക്കണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കേസ്, സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പച്ച അപരാധങ്ങൾ
ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞമാരെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് പലവിധ മറ്റേ അടുത്ത വീഡിയോകളും ചെയ്യുന്ന ഈ ഒരു സംഭവത്തിനും കൂടി ഒരു തടയിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അത്തരം വീഡിയോസ് ഉറപ്പായിട്ട് ഒഴിവാക്കണം. ഈ രണാസുനെ പോലുള്ളവർ ഒരുപാട് ഈ ഡബിൾ മീനിങ് ഇങ്ങനത്തെ കുറെ അപരാധം വീഡിയോകൾ എടുത്തിടാറുണ്ട്. ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. വളർന്നു വരുന്ന കുട്ടികൾ കാണുന്നതാണ്, നാളത്തെ തലമുറ കാണുന്നതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. രണാസുനെ പോലുള്ളവരാണ് ഈ സോഷ്യൽ മീഡിയ നശിപ്പിച്ചത്. ഇപ്പൊ രണാസുന എവിടെ തുറന്നാലും രണാസുനയുടെ വീഡിയോസ് ആണ്. അത് സത്യം പറഞ്ഞാൽ ഒരു പരിധി വിട്ട് അറുതി വിട്ട് നമുക്ക് കണ്ടിരിക്കാൻ വയ്യ. നമ്മൾ എന്തു പറയാം, നമുക്ക് വെറുപ്പീരായി. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. എല്ലാം നല്ലതിനാവട്ടെ. ഈ ഒരു കേസ് എല്ലാത്തിനും ഒരു തുടക്കമാവട്ടെ. ഇത്തരം അപരാധങ്ങൾ കാണിക്കുന്ന, ഇത്തരം പോക്കൃത്തനങ്ങൾ കാണിക്കുന്ന എല്ലാത്തിനും ഒരു തടയിടൽ തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ പറയാം. ബൈ.